തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്ന് CPM. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ജില്ലാ ഘടകങ്ങൾ യോഗം ചേർന്ന് തോൽവിയുടെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് ധാരണ. ഇടതുമുന്നണിയുടെ അടിത്തറ ഭദ്രമാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാവുന്ന സാഹചര്യമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള തിരിച്ചടി ഉണ്ടായെങ്കിലും ജനവിധി സർക്കാരിനെതിരില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ വോട്ടിംഗ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി നേടാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് CPIMന്റെ വാദം. ഭരണവിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒന്നും ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയും മുന്നണിക്കെതിരായ ജനവിധിയെ സ്വാധീനിച്ചതായി CPIM കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ BJP ഇതിലും വലിയ നേട്ടമുണ്ടാക്കുമായിരുന്നു എന്നാണ് CPIMന്റെ തിയറി. ഇപ്പോഴും ശബരിമലയുടെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരല്ലോ. BJP യഥാർത്ഥത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിച്ച പുറത്തെന്താണുള്ളത്? വളരെ ദയനീയമായ രീതിയിലല്ലേ ഉണ്ടായത്. അവർക്ക് ഉണ്ടായിരുന്നു തന്നെ പോവല്ലേ ഇത്. അവരെ സ്വാധീനം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവല്ലേ തൃശ്ശൂര്. ന്യൂനപക്ഷ വോട്ടുകൾ എതിരായെന്ന് വിലയിരുത്താനും CPIM തയ്യാറല്ല. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റികൾ ചേരും. ജില്ലാ യോഗങ്ങൾക്ക് ശേഷം ഈ മാസം 27-നും 28-നും ചേരുന്ന സംസ്ഥാന സമിതി ഫലം വിശദമായി വിലയിരുത്തി അന്തിമ നിഗമനങ്ങളിലെത്തും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.